തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിലും ഇപ്പോൾ സംഘർഷമായിരിക്കുന്നു കാര്യങ്ങൾ. അവിടെയും ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നു. അല്പസമയം മുൻപാണ് അവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് അവിടെ തന്നെയായിരുന്നു. അധോലോക കേന്ദ്രം തിരിച്ചറിയുന്ന ഏത് നിലമ്പൂർ MLA ആരോപണങ്ങൾ തങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതോടൊപ്പം അധോലോക കേന്ദ്രം എന്ന് സെക്രട്ടറിയെ അധോലോക കേന്ദ്രം എന്ന് വിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ശശിസേനയിലെ എംബോക്കുകൾ സമരത്തെ തടയുന്നു എന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അവിടെ നടത്തുന്നുണ്ട്. സലീം മാലിക് ചേരുന്നു. സലീം, അവിടെയും മറ്റ് സ്ഥലങ്ങളിൽ കണ്ടതിന് സമാനമായി തന്നെ സംഘർഷഭരിത സമരമായിരുന്നോ? പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും ADGP അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് MM ഹസൻ അവിടെ ആവശ്യപ്പെടുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. പലയാവർത്തി തിരുവനന്തപുരത്തും ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. കോട്ടയത്തേതിന് സമാനമായി വലിയ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചാണ് അവിടെ പുരോഗമിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സലീം മാലിക് ചേരുന്നു. സലീം, അങ്ങനെ തുടരുകയാണോ സംഘർഷം? PV Anwar MLA ഉന്നയിച്ച ഭരണപക്ഷ MLA ഉന്നയിച്ച ആരോപണം മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആരോപണത്തിന്റെ തുടർച്ചയിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമര പരമ്പരയാണ് ഇന്നലെയും ഇന്നുമായി കാണുന്നത്. കോട്ടയത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും അടക്കം സംഘർഷ സമാനമായ സാഹചര്യത്തിൽ വലിയ സമരങ്ങൾ അവിടെ തുടരുന്നുണ്ട്. പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിലും രാത്രിച്ചാതിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ കൂടിയും പലയാവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗം നമ്മൾ തൃശ്ശൂരും കോട്ടയത്തും കണ്ടു. തിരുവനന്തപുരത്തും അതുതന്നെ കാണുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇവിടെയും പ്രവർത്തകർ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യമാണ്. സെക്രട്ടേറിയറ്റിനെ അധോലോക കേന്ദ്രം എന്ന് വിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നു. ശശിസേന എന്നും പോലീസ് സേനയെ പരിഹസിച്ച് വിളിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ആ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. ADGP അടിയന്തരമായി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് MM ഹസൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം. സലീം മാലിക് ആയിരുന്നു. സലീം, സംഘർഷഭരിതമായി തന്നെ സമരം തുടരുകയല്ലേ? വലിയ നിലയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സംശയം ജനിപ്പിക്കുന്ന നിലയിലാണ് ഈ ഘട്ടത്തിൽ സമരം പോകുന്നത്. കാരണം പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട്. ആ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. നിലവിൽ ഈ സമരം തുടരുന്നത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് മുൻപിലാണ്. സമര ഗേറ്റ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡ് മറിച്ചിടാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നിലയിൽ പോലീസ് വാഹനം, പോലീസിന്റെ വരുൺ ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ വാഹനം തകർക്കാനുള്ള ശ്രമം ഉൾപ്പെടെ പ്രവർത്തകരുടെ ഭാഗത്ത്. അപ്പോൾ സംഘർഷവും ജലപീരങ്കിയും ഒക്കെയായി സംഘർഷഭരിതമാകുന്നു. തിരുവനന്തപുരത്തെ അടക്കം കോട്ടയത്തെ അടക്കം തൃശ്ശൂരടക്കം സമരങ്ങൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മറ്റ് നേതാക്കളൊക്കെ അവിടെ സംഭവ സ്ഥലത്തുണ്ട്. മാത്യു കൊഴുന്താടൻ അല്പസമയം മുന്നോട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പൂരം പോലീസ് കലക്കിയെന്ന ആരോപണം വന്നിട്ടും BJP മിണ്ടുന്നില്ല, അന്വേഷണത്തെക്കുറിച്ചും ആരും മിണ്ടുന്നില്ല. BJPയുടെ മൗനം ദുരൂഹമാണെന്ന് പറയുന്നു മാത്യു കൊഴുന്താടൻ. പൂരം കലക്കിയതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് അടിസ്ഥാനം. CPM RSS ധാരണയുണ്ടായിരുന്നു, അതിന് കേരള പോലീസിനെ ഉപയോഗപ്പെടുത്തി. അൻവർ കാരാട്ട, റസാഖ് ജലീൽ ആരോപണം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് RSS CPM കൂട്ടുകെട്ടാണ്. SFI ഒന്ന് അന്വേഷണ ഏജൻസി ആത്മഹത്യ ചെയ്തു എന്ന് മാത്യു കൊഴുന്താടൻ പറയുന്നു. പിണറായി വിജയൻ കസേരയിൽ തുടരുന്നത് RSSന്റെ മോദിയുടെ ഔദാര്യത്തിലാണ് എന്നതടക്കം മാത്യു കൊഴുന്താടൻ പറയുന്നത്. പോലീസുമായി അവിടെ നേർക്കുന്ന ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോകുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, വേണമെങ്കിൽ ലാത്തിച്ചാർജിലേക്കൊക്കെ എത്തിയേക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. 4ാം തവണയും ഈ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ പ്രകോപിപ്പിക്കുന്നുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കാര്യമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, അവർ കയ്യിൽ കരുതിയിരുന്ന കൊടികളൊപ്പം ഈ കൊടിയുടെ കമ്പുകളൊക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്നതും ഈ വരുണിന് പുറത്തേക്ക് ഈ ജലപീരങ്കി വാഹനത്തിന് പുറത്തേക്ക് കയറാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നതും പോലീസുകാർക്ക് നേരെ തിരിയുന്നതും നമ്മൾ കണ്ടത്. ഇപ്പോൾ തൊട്ടപ്പുറത്ത്, അതായത് ആ ഗേറ്റിനപ്പുറത്തേക്ക് നിലയുറപ്പിച്ച പോലീസുകാരുമായി നേർക്കൊരു ഏറ്റുമുട്ടലിന്റെയും കയ്യേറ്റത്തിന്റെയും ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്നാണ് 4ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായ കാര്യം, ഈ വിഷയം, അതായത് PV Anwar ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിഷയം, ഒന്ന് ADGP അജിത് കുമാറിനും അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായ ഈ ഗുരുതര ആരോപണം, അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നേരത്തെ തന്നെ, അത് അൻവർ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ആരോപണം ഉന്നയിച്ചതാണ്. 4 വർഷം കഴിഞ്ഞാണ് PV Anwar ഈ ആരോപണം ഉന്നയിക്കുന്നത്.
ഇനി അൻവർ അതിൽ യു ടേൺ എടുത്താൽ പോലും യൂത്ത് കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഒപ്പം ഈ സമരം ഉദ്ഘാടനം ചെയ്ത UDF കൺവീനർ MM ഹസൻ അടക്കമുള്ളവർ പറഞ്ഞത്. MM ഹസൻ പറഞ്ഞത് ഈ അന്വേഷണം പുരോഗമിക്കട്ടെ, ഈ MR അജിത്കുമാറിന്റെ തലസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് MM ഹസൻ പറയുന്നത്. എന്നാണെങ്കിലും സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ രാഷ്ട്രീയമായ അനുരണനങ്ങൾ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയമടക്കം ഭരണപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് CPM-നെതിരെ കടുത്ത ആയുധമായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ശ്രമിക്കും. അതിനൊക്കെ ഫലമായി ഈ സമരത്തെ അവരിങ്ങനെ കത്തിച്ചു നിർത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി ഏതാണ്ട് 11:30 മണിക്ക് കോൾ ചെയ്ത സമരമാണ്. 11:30 മണിക്ക് പറഞ്ഞതിന് ശേഷം അവർ ഇവിടേക്ക് എത്തുന്നത് ഏതാണ്ട് 1:45 കൂടിയാണ് ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. പ്രവർത്തകർ എത്തിയതിനു ശേഷം സമരത്തിലെ ഈ അഭിസംബോധന ചെയ്തുള്ള സംസാരത്തിനൊക്കെ ശേഷമാണ് ഉദ്ഘാടന പ്രസംഗകൻ അത് MM ഹസൻ സംസാരിച്ചു തുടങ്ങിയത്. MM ഹസൻ സംസാരിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമവും ബാരിക്കേഡ് പിടിച്ചു മറിക്കാനുള്ള ഒരു ശ്രമവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസുകാർക്ക് വരെ ഒരു കയ്യേറ്റ ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ കയ്യിൽ കരുതിയിരുന്ന കൊടിയും അതുപോലെ കൊടിയുടെ കമ്പുകളുമൊക്കെ പോലീസിന്റെ ജലപീരങ്കി വാഹനത്തിന് നേരെ പോലീസുകാർക്ക് നേരെ ഒപ്പം സെക്രട്ടേറിയറ്റിനകത്തുമൊക്കെ വലിച്ചെറിഞ്ഞുള്ള ഒരു പ്രതിഷേധവും അവർ നടത്തി. അതിനുശേഷം 4 തവണ പോലീസുകാർക്ക് നേരെ അവർ പോലീസുമായ ഒരു ഉന്തും തള്ളും, ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു കയ്യേറ്റ ശ്രമത്തിലേക്ക്, ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ നീങ്ങുന്നത് നമ്മൾ കണ്ടു. തുടർന്ന് വീണ്ടും അവർ ജലപീരങ്കി പ്രയോഗിച്ചു. 4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹാഷ്മി. അത് ഈ സമരം നടക്കുന്നതിന് മുമ്പ്, അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA നിലമ്പൂരിന്റെ MLA കൂടിയ PV അൻവർ ഈ സമരത്തെ പരിഹസിച്ച് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് കണ്ടതാണ്. PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ മുതുകിൽ, അവരുടെ കുറുക്കുകളിൽ ഈ തിരുവനന്തപുരത്തിന്റെ മാപ്പ് പതിപ്പിക്കാൻ പോകുന്നൊരു പരിഹാസമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അത് തിരുവനന്തപുരത്തിന്റെ ഭൂപടമല്ല, ഏഷ്യയുടെ ഭൂപടം തന്നെ കുറുക്കുകളിൽ, മുതുകുകളിൽ പതിഞ്ഞാൽ